കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിലെ ഒന്നാം ഭാഗത്തെ 26 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ, ഇടർ തീർപ്പതിനേകഹേതുവന്നിടയാമേതു മഹാവിപത്തിലും. സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ. അതായത് ഇരുട്ടുള്ള ആകാശത്തിൽ നക്ഷത്രങ്ങളുള്ളതുപോലെ, കടലിലിടയ്ക്ക് ദ്വീപുകളുള്ളതുപോലെ, ഇടർ തീർപ്പതിനേകഹേതുവന്നിടയാമേതു മഹാവിപത്തിലും, ഏതൊരു മഹാവിപത്തിലും ഏതൊരു വലിയ വിപത്തിനിടയിലും ഒരു ഹേതു, ഒരു സമാധാനമായിട്ടുള്ളൊരു കാരണം അതിനിടയിൽ ഉണ്ടാവും എന്നാണ് ആശാൻ പറയുന്നത്. അത് സീതയുടെ ദുഃഖത്തെ കണക്കാക്കിക്കൊണ്ടാണ് ആശാൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ സീത അനുഭവിക്കുന്നത് ഒരു മഹാവിപത്താണെങ്കിലും ഈ ആകാശത്തെ, കൂരിരുട്ടുള്ള ആകാശത്തെ രാത്രിയിലെ നക്ഷത്രങ്ങൾ പോലെ, വിശാലമായി കിടക്കുന്ന കടലിനിടയിൽ ഒരു ആശ്വാസം എന്ന പോലെ, ദ്വീപുള്ളതുപോലെ സീതയുടെ ഈ മഹാദുഃഖത്തിനും ഒരു ഹേതു ഉണ്ടാവും. എന്തെങ്കിലും ഒരു സമാധാനം ഉള്ള ഒരു ആശ്വാസമുള്ള ഒരു സാഹചര്യം വന്നു ചേരുമെന്ന് ആശാൻ പറയുന്നു. പരമിന്നതു പാർക്കിലില്ല താൻ സ്ഥിരവൈരം നിയതിക്കു ജന്തുവിൽ, ഒരു കൈ പ്രഹരിക്കവേ പിടിച്ചൊരു കൈകൊണ്ടു തലോടുമേയിവൾ. അതായത് പരമിന്നതു പാർക്കിലില്ല താൻ സ്ഥിരവൈരം നിയതിക്കു ജന്തുവിൽ. ഈ ഭൂമിയിൽ ഒരു ജന്തുവിനോടും സ്ഥിരമായൊരു വൈരാഗ്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല. ഒരു കൈ പ്രഹരിക്കവേ പിടിച്ചൊരു കൈകൊണ്ടു തലോടുമേയിവൾ. ഇവൾ എന്താണ് ചെയ്യുന്നത്? ഒരു കൈകൊണ്ട് ചിലപ്പോൾ തല്ലുന്നുണ്ടാവാം, പക്ഷേ അതേ സന്ദർഭത്തിൽ തന്നെ മറ്റേ കൈകൊണ്ട് തലോടുകയും ചെയ്യും. അതാണ് ഭൂമിയുടെ നിയമം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് പല സന്ദർഭങ്ങളിൽ പ്രഹരങ്ങൾ ഏൽക്കാറുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെ ആശ്വാസമേകുന്ന പ്രവൃത്തികൾ ഉണ്ടാവാറുണ്ട്. അതാണ്, ഒരിക്കലും ഒന്നിനോടും ഒരു സ്ഥിരമായൊരു വൈരാഗ്യം പോലെ ആര് പെരുമാറാറില്ല. ഈ നിയതി, ഈ ലോകം ഒരിക്കലും ആരോടും അങ്ങനെ പെരുമാറാറില്ല. ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അതിനോട് കൂടെ തന്നെ ഒരു താഴ്ചയും ഉണ്ടാവാറുണ്ട്. താഴ്ചയോടുകൂടെ തന്നെ ഒരു ഉയർച്ചയും ഉണ്ടാവാറുണ്ട്. സന്തോഷത്തോടു കൂടെ സങ്കടം വരുന്നത് പോലെ, സങ്കടത്തോടൊപ്പം തന്നെ സന്തോഷവും ഉണ്ടാകുന്നത് പോലെ, ഒരു കയറ്റത്തിനൊരു ഇറക്കം ഉണ്ടാകുന്നത് പോലെ, എല്ലായ്പ്പോഴും ഭൂമി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ ഇടയ്ക്ക് ഒരു തിന്മയും മനുഷ്യന് സംഭവിപ്പിക്കുന്നതുണ്ട്. അതാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത്. ഒഴിയാതെയതല്ലി ജീവിപ്പോം വഴിയെല്ലാം വിഷമങ്ങളാവതും, അഴലും സുഖവും സ്ഫുരിപ്പതും നിഴലും ദീപവുമെന്ന പോലവേ. ഒഴിയാതെയതല്ലി ജീവിപ്പോം വഴിയെല്ലാം വിഷമങ്ങളാവതും, അഴലും സുഖവും സ്ഫുരിപ്പതും നിഴലും ദീപവുമെന്ന പോലെ. അതായത് വീണ്ടും ആശാൻ ഈ നമുക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ സങ്കടമുണ്ടാകുമെന്ന് പറയുന്നത് പോലെ, ഇങ്ങനെ പ്രകൃതിയുടെ നിയമം അതാണ് എന്ന് പറയാറില്ലേ. നമുക്ക് എപ്പോഴും ഒരു സ്ഥായിയായ ഒരു രീതിയിലായിരിക്കില്ല മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു ജീവിയുടെ ജീവിതവും അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോഴും ഒരു ഉയർച്ചയ്ക്കൊരു താഴ്ച എന്നതുപോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. വിഷമങ്ങൾ ഒരിക്കലും സ്ഥായിയായിരിക്കില്ല. ഇടയിൽ സന്തോഷവും ഉണ്ടാവും, സങ്കടവും ഉണ്ടാവും, ദുഃഖവും സുഖവും എല്ലാം ഒരുമിച്ച് മാറി മാറി വരുന്ന ജീവിതമാണ് മനുഷ്യന്. അതായത് പകല് വെളിച്ചമുണ്ടാവുന്നു, രാത്രി ഇരുട്ടാവുന്നു എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു പ്രകൃതി നിയമമാണ് സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും രാത്രിയും പകലും എന്നതുപോലെ ഇങ്ങനെ മാറി മാറി വരുന്നത് ഒരു പ്രകൃതി നിയമമാണ് എന്ന് സീതയുടെ ആ ഒരു ദുഃഖത്തെ ആവിഷ്കരിക്കുന്ന, ഈ സീതയുടെ ഈ ദുഃഖം എല്ലായ്പ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയാണ് ആശാൻ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് നിരത്തി വയ്ക്കുന്നത്. അതുമല്ല സുഖാസുഖങ്ങളായി സ്ഥിതി മാറിയിടുവതൊക്കെ ഏകമാം, അതുതാനിളകാത്തതാം മഹാമതിമത്തുക്കൾ ഇവറ്റ രണ്ടിലും. അതുമല്ല സുഖാസുഖങ്ങളായി സ്ഥിതി മാറിയിടുവതൊക്കെ ഏകമാം, അതുതാനിളകാത്തതാം മഹാമതിമത്തുക്കൾ ഇവറ്റ രണ്ടിലും. അതായത്
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെയും ആശാൻ ആവർത്തിച്ച് പറയുന്നത്. എന്നിട്ട് ഒരു സമാധാനിപ്പിക്കൽ കൂടെ ഇവിടെ നൽകുന്നുണ്ട്. ഇങ്ങനെ സുഖാസുഖങ്ങളൊക്കെ മാറി വരുന്ന ജീവിതമാണ് മനുഷ്യ ജീവിതമെന്നും ഈ പ്രകൃതിയിലെ ജീവിതം അങ്ങനെയാണ് എന്ന് ആർക്കാണ് അറിയാവുന്നത്? മഹാന്മാരായിട്ടുള്ള മഹാമതികൾക്കൊക്കെ അങ്ങനെ അറിയാം. എന്ത്? സുഖദുഃഖങ്ങൾ കലർന്നതാണ് ജീവിതമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് അവരെന്താണ് അതിനെയൊക്കെ ജീവിതത്തിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ഇങ്ങനെയാണ് മനുഷ്യജീവിതമെന്ന് തിരിച്ചറിയുകയും സുഖത്തിൽ അമിതമായി ആഹ്ലാദിക്കാതെ ദുഃഖത്തിൽ അമിതമായി ദുഃഖിച്ചു പോകാതെ ഒരു സ്ഥായിയായ രീതിയിൽ മനസ്സിനെ ചിട്ടപ്പെടുത്തി പാകപ്പെടുത്തി അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് ആര് ചെയ്യുന്നത്? മഹാമതികളായിട്ടുള്ള ആളുകൾ ഈ രണ്ട് രീതിയിലും ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളിലും ചെയ്യുന്നത്. സുഖത്തിലും ദുഃഖത്തിലും രണ്ട് വശങ്ങളാണല്ലോ ജീവിതത്തിനുള്ളത്. സുഖം എന്നൊരു സന്ദർഭവും ഉണ്ടാവാറുണ്ട്, ദുഃഖം വരികയും ഉണ്ടാവാറുണ്ട്. ഈ രണ്ടിലും അവർ അമിതമായി ആണ്ടുപോവാറില്ല. അവർ രണ്ടിനെയും തുല്യമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. വിനയാർന്ന സുഖം കൊതിക്കയില്ലിനിമേൽ ഞാൻ അസുഖം വരിക്കുവാൻ, മനം അല്ലൽ കൊതിച്ചു ചെല്ലുകിൽ തനിയേ കൈവിടും ഈർഷ്യ ദുർവിധി. ഈ വരി ശ്രദ്ധിക്കണം, അനോട്ടേഷന് വരാൻ സാധ്യതയുള്ള വരികളാണ്. വിനയാർന്ന സുഖം കൊതിക്കയില്ലിനിമേൽ ഞാൻ അസുഖം വരിക്കുവാൻ, മനം അല്ലൽ കൊതിച്ചു ചെല്ലുകിൽ തനിയേ കൈവിടും ഈർഷ്യ ദുർവിധി. ഇങ്ങനെ സുഖത്തെ കൊതിക്കുമ്പോൾ ആ സുഖം സമ്മാനിക്കുന്നത് എന്താണ്? ഒരിക്കലും സന്തോഷമല്ല. സുഖം പര്യവസാനിക്കുന്നത് ദുഃഖത്തിലായിരിക്കും. അസുഖത്തിലേക്ക് ചെന്ന് സുഖം അസുഖത്തിലേക്കാണ് ചെന്ന് വീഴുന്നത്. എല്ലായ്പ്പോഴും സുഖത്തിൻ്റെ അന്ത്യമെന്ന് പറയുന്നത് ദുഃഖമായിരിക്കും. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ദുർവിധിയിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കില്ല. എപ്പോഴൊക്കെ എൻ്റെ മനസ്സ് സന്തോഷങ്ങളിൽ ആറാടിയിട്ടുണ്ടോ, അഭിരമിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ ദുർവിധി എന്ന വണ്ണം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ദുഃഖമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള സൗഭാഗ്യങ്ങളെ ഒക്കെ ഉപേക്ഷിച്ച് ജീവിതത്തിൽ ശാശ്വതമായ സ്വസ്ഥതയ്ക്ക് വേണ്ടി സീത ആഗ്രഹിക്കുന്നതാണ് ഈ വരികൾ. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം, ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കയ്പുതാനുമേ. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. അതായത് നമ്മൾ കുറച്ച് നേരം ഇരുട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ആ ഇരുട്ട് ചെറുതായി മാഞ്ഞ് ചെറിയൊരു വെളിച്ചത്തിൽ നമുക്കെല്ലാം കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടാറുണ്ട്. ആ ഇരുട്ടിനോട് നമ്മൾ ശീലമാവുകയാണ്. അതുപോലെ തന്നെ ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കയ്പുതാനുമേ. കയ്പ് എല്ലായ്പ്പോഴും കയ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കയ്പിൽ നേരിയൊരു മധുരം അല്ലെങ്കിൽ ആ കയ്പ് നമുക്ക് ശീലമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാറുണ്ട്. അതാണ് ഇവിടെ ആശാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം, ശരിയായി മധുരിച്ചിടാം സ്വയമേ പരിശീലിപ്പൊരു കയ്പുതാനുമേ. ഇരുട്ടിൽ നമ്മൾ സ്ഥിരം നിലനിൽക്കുമ്പോൾ നമുക്ക് ആ ഇരുട്ട് സുപരിചിതമാവുകയും ആ ഇരുട്ടിൽ നേരിയൊരു വെളിച്ചമുണ്ടാവുകയും കയ്പ് നിത്യശീലമാക്കുമ്പോൾ അതിലൊരു മധുരം അനുഭവപ്പെടുകയും ചെയ്യുന്നത് പോലെയാണ് സുഖവും ദുഃഖവും. നമ്മൾ ജീവിതത്തിൽ സ്വയമായി നിരന്തരമായ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ ആ ദുഃഖത്തിൽ നമുക്കൊരു സുഖം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ആണ് ആശാൻ അതിനൊരു ഉദാഹരണം എന്ന വണ്ണമാണ് ഈ വരികൾ നൽകിയിരിക്കുന്നത്. ഈ വരിയും അനോട്ടേഷൻ വരാൻ സാധ്യതയുള്ള വരികളാണ്. അതുകൊണ്ട് ഇവയും ശ്രദ്ധിച്ചു പോവുക. പിരിയാത്ത ശുഭാശുഭങ്ങളാർന്നൊരു വിശ്രാന്തി എഴാതെ ജീവിതം, തിരിയാം ഭുവനത്തിൽ നിത്യമിങ്ങിരുപക്ഷം പെടും ഇന്ദുവെന്ന പോൽ. അതായത് പിരിയാത്ത ശുഭാശുഭങ്ങളാർന്നൊരു വിശ്രാന്തി എഴാതെ ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ ഇഴപിരിയാതെ ചേർന്നു പോകുന്നത് പോലെയുള്ള ഒരു ജീവിതമാണ്. അതുപോലെയാണ് തിരിയാം ഭുവനത്തിൽ നിത്യമിങ്ങിരുപക്ഷം പെടും ഇന്ദുവെന്ന പോൽ. ഇന്ദു എന്താണ്? ചന്ദ്രനാണ്. ചന്ദ്രന് രണ്ട് വശമുണ്ടല്ലോ, കറുത്തവാവുമുണ്ട് വെളുത്തവാവുമുണ്ട്. അങ്ങനെ ഇരുപക്ഷം പെടുന്ന ഇന്ദുവിനെ പോലെയാണ് മനുഷ്യജീവിതവും. ശുഭാശുഭങ്ങൾ ഇണപിരിയാതെ ചേർന്നിരിക്കുന്നതാണ്
മനുഷ്യജീവിതം എന്ന് പറയുന്നത്. നിലയറ്റ സുഖാസുഖങ്ങളാം അലയിൽ താണും ഉയർന്നുമാർത്തനായി പലനാൾ കഴിയുമ്പോൾ മോഹമാം ജലധിക്കക്കരെ ജീവിയേറിടാം. അതായത് മോഹമാകുന്ന കടലിലെ സുഖാസുഖങ്ങളാകുന്ന തിരമാലയിൽ താണും ഉയർന്നും ഇങ്ങനെ തിരമാലയിൽ ആടി ഉലഞ്ഞു നിൽക്കുമ്പോൾ കടലിനക്കരെ ഒരു കരയുള്ളതുപോലെ നമ്മൾ എന്തിലേക്ക് എത്തിപ്പെടും? ഈ മോഹത്തിൽ നിന്നുമെല്ലാം കരകയറി അപ്പുറത്തേക്ക് ജലധിക്കക്കരെയുള്ള ഒരു ജീവിതത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് നമ്മൾ മോഹത്തെ അതിജീവിച്ചെത്തിപ്പെടും എന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. നിലയറ്റ സുഖാസുഖങ്ങളാ മലയിൽ താണും ഉയർന്നും ആർത്തനായി പലനാൾ കഴിയുമ്പോൾ മോഹമാം ജലധിക്കക്കരെ ജീവിയേറിടാം. കുറേ കാലം ആ മോഹമാകുന്ന കടലിലെ സുഖദുഃഖങ്ങളാകുന്ന തിരമാലയിൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് ഒടുവിൽ എന്തു ചെയ്യും? ആ കടലിൻ്റെ അക്കരെയുള്ള കരയിൽ ചെന്ന് സ്വസ്ഥമായി കയറും എന്നാണ് ആര് പറയുന്നത്? ആശാൻ പറയുന്നത്. അഥവാ സുഖദുർഗമേറ്റുവാൻ സ്ഥിരമായി നിന്നൊരു കൈ ശരീരിയെ വ്യഥയാം വഴിയിലൂടെ അമ്പിനാൽ വിരവോടുന്തി വിടുന്നു തന്നെയാം. അതായത് നമ്മളെ സുഖത്തിലേക്കൊക്കെ കൈപിടിച്ചുയർത്തുന്ന ഈശ്വരൻ്റെ ആ കൈ തന്നെയാവാം ചിലപ്പോൾ നമ്മളെ ദുഃഖങ്ങളുടെ വ്യാപ്തി അറിയുന്നതിന് വേണ്ടി നമ്മളെ ദുഃഖങ്ങളിലേക്ക് തള്ളിവിടുന്നത് എന്നും ആശാൻ പറയുന്നു. അതായത് ഇതുവരെ വിവരിച്ചതുപോലെ തന്നെയുള്ളൊരർത്ഥമാണ് ഇവിടെയും നൽകുന്നത്. നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ആൾ തന്നെ ആയിരിക്കാം നമ്മൾ എപ്പോഴും സുഖത്തിൽ അഭിരമിച്ചു പോവാതിരിക്കുന്നതിന് വേണ്ടി എന്താണ് ദുഃഖമെന്നും എന്താണ് ദുഃഖത്തിൻ്റെ ആഴമെന്നും അളക്കുന്നതിന് വേണ്ടിയാണ് ദുഃഖങ്ങളിൽ കൂടെയും സഞ്ചരിപ്പിക്കുവാൻ കാരണമാകുന്നത് എന്ന് പറയുന്നു. മനമിങ്ങു ഗുണം വരുമ്പോഴും വിനയെന്നോർത്തു വ്യഥാ ഭയപ്പെടും കനിവാർന്നു പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷി പോൽ. അതായത് മനമിങ്ങു ഗുണം വരുമ്പോഴും വിനയെന്നോർത്തു വ്യഥാ ഭയപ്പെടും. മനുഷ്യരെങ്ങനെയാണ് തങ്ങൾക്കൊരു ഗുണം വരുമ്പോഴും ഇത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിലേക്കാണോ എത്തിക്കാൻ പോകുന്നത് എന്ന് ആലോചിക്കുന്ന മനുഷ്യരാണുള്ളത്, ചുറ്റുമുള്ളത്. അവരെപ്പോഴും ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് എന്തിനെ പോലെയാണ് എന്ന് പറഞ്ഞ് ഉപമിച്ചിരിക്കുകയാണ്. കനിവാർന്നു പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷി പോൽ. അതായത് നമുക്കൊരു പക്ഷിയെ കാണുമ്പോൾ അതിനോടൊരു കനിവ് തോന്നാറുണ്ട്. അങ്ങനെ അതിനെ പിടിച്ചിണക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഭയപ്പെട്ട് പിടഞ്ഞ് പറന്നു പോകുന്ന പക്ഷിയാണ്. അതുപോലെയാണ്, അങ്ങനെ ഭയപ്പെടുന്ന പക്ഷിയെ പോലെയാണ് എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ മനസ്സും. ഒരു ഗുണം വരുമ്പോഴും ഇത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്കാണോ ചെന്നെത്താൻ പോകുന്നത് എന്നുള്ള വ്യാകുലതയിലായിരിക്കും എല്ലായ്പ്പോഴും മനുഷ്യനും എന്ന് ആശാൻ പറയുന്നു. പുടമാക്കി തന്നെ മന്നവൻ വെടിവാൻ നൽകിയൊരാജ്ഞ ലക്ഷ്മണൻ ഉടനെ ഇരുളാണ്ടു ലോകമങ്ങിടിവാളേറ്റ കണക്കു വീണു ഞാൻ. അതായത് സീത അവിടെ ആ സന്ദർഭം വിശദമാക്കുകയാണ്. സ്ഫുടമാക്കി ഇതെന്നെ മന്നവൻ വെടിവാൻ നൽകിയൊരാജ്ഞ ലക്ഷ്മണൻ ഉടനെ ഇരുളാണ്ടു ലോകമങ്ങിടിവാളേറ്റ കണക്കു വീണു ഞാൻ. എൻ്റെ ഭർത്താവ് എന്നെ കാട്ടിൽ ഉപേക്ഷിക്കുവാൻ അനുജനായ ലക്ഷ്മണന് ആജ്ഞ നൽകിയപ്പോൾ, ആ വിവരം ലക്ഷ്മണൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു? ഈ ലോകം മുഴുവൻ ഇരുളു പരക്കുന്നത് പോലെയും മിന്നലേറ്റതുപോലെയും ഞാൻ വീണുപോയി. അത്രത്തോളം ഒരു വിഷമമാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് കുമാരനാശാൻ ഉടനെ ഇരുളാണ്ടു ലോകമങ്ങിടിവാളേറ്റ കണക്കു വീണു ഞാൻ എന്ന വരി ഈ കാവ്യത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. മൃതി വേണ്ടുകിലും സ്വഹത്യയാൽ പതിയാതായി മതി ഗർഭചിന്തയാൽ അതിവിഹ്വലയായി വീണ്ടും ഈ ഹതിമുമ്പാർന്ന തഴമ്പിലേറ്റ ഞാൻ. രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുവാനുള്ള ആജ്ഞ ലക്ഷ്മണന് നൽകിയതറിയുന്ന സീത ആകെ തകർന്നു പോവുകയാണ്. ആ തകർച്ചയിൽ നിന്നുമാണ് മരണത്തിലേക്ക് തൻ്റെ ജീവനെ തള്ളിവിടാനായി സീത ആഗ്രഹിക്കുന്നത്. പക്ഷേ താൻ ഗർഭിണിയാണെന്ന ചിന്ത മൂലം സീത ആത്മഹത്യയിൽ നിന്നും പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. അതിവിഹ്വലയായി വീണ്ടും ഈ ഹതിമുമ്പാർന്ന തഴമ്പിലേറ്റ ഞാൻ. രാവണൻ തന്നെ അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ തനിക്കുണ്ടായ ഒരു പ്രഹരവും അതിനുശേഷം രാമൻ തന്നെ ഉപേക്ഷിക്കുവാൻ എടുക്കുന്ന തീരുമാനവുമൊക്കെ സീതയിലുണ്ടാക്കുന്ന പ്രഹരം വളരെ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് മരിക്കണമെന്ന ഒരു ചിന്തയിലേക്ക് സീത എത്തിപ്പെടുന്നത്. പിന്നീട് താൻ ഗർഭിണിയാണെന്ന ഓർമ്മയിൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നതും.
ഗതിമുട്ടി ഉഴയുന്നു കാഞ്ഞൊരൻ മതി ഉന്മാദവുമാർന്നതില്ല ഞാൻ. അതിനാൽ അഴലിൻ്റെ കെട്ടഴിഞ്ഞതിഭാരം കുറവാൻ കൊതിക്കലും. എൻ്റെ മനസ്സിൻ്റെ ഭാരം കുറയാൻ വേണ്ടിയിട്ട്, ഈ വേദനകളൊക്കെ ഒഴിഞ്ഞു കുറയുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും ഞാൻ ഒരിക്കലും എന്തിലേക്ക് പോയില്ല, ഉന്മാദത്തിലേക്ക്, ഭ്രാന്തിലേക്ക് ഞാൻ ഒരിക്കലും പോയില്ല എന്നോർക്കുമ്പോൾ എനിക്ക് സ്വസ്ഥത അനുഭവപ്പെടുന്നു. ഈ വ്യഥകളിൽ നിന്നൊക്കെ ഞാൻ എന്ത് ചെയ്തു? തരണം ചെയ്ത് മുന്നിലേക്ക് പോവുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വേള ഇരട്ടി ആർത്തി താൻ തരുമാവ്യാധി വരാഞ്ഞതാം ഗുണം. കരണക്ഷതി ആർന്നു വാഴുകിലും മരണം നല്ലു മനുഷ്യൻ ഓർക്കുകിൽ. അതായത് തനിക്ക് ഭ്രാന്ത് വരാതിരുന്നത് എന്തായാലും ഗുണം തന്നെയായി. അത് ഭ്രാന്ത് വന്നിരുന്നെങ്കിൽ അതിനേക്കാളും നല്ലത് മരിക്കുന്നതാണ് മനുഷ്യന് എന്ന് സീത കരുതുകയാണ്. നിനയാ ഗുണ പുഷ്പവാടി ഞാൻ ഇനിയാ കാട്ടുകുരങ്ങിനേകുവാൻ. വനവായുവിൽ വിണ്ട വേണുപോൽ തനിയെ നിന്നു പുലമ്പുവാനുമേ. ഇതിൽ ഗുണപുഷ്പവാടി എന്ന വാക്കുകൊണ്ട് സീതയുടെ മനസ്സിനെയാണ് അർത്ഥമാക്കുന്നത്. കാട്ടുകുരങ്ങായി കണക്കാക്കുന്നത് ഭ്രാന്തിനെയും. നിനയാ ഗുണ പുഷ്പവാടി ഞാൻ ഇനിയാ കാട്ടുകുരങ്ങിനേകുവാൻ എന്ന വരി കൊണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ ഒരിക്കലും ഭ്രാന്തിന് കൈവിടുകയില്ല എന്ന് സീത പറയുന്നു. വനവായുവിൽ വിണ്ട വേണുപോൽ തനിയെ നിന്നു പുലമ്പുവാനുമേ. അതായത് കാറ്റിൻ്റെ ഗതിയിൽ മുളന്തണ്ടുകളിലൂടെ കാറ്റ് കയറി ഇറങ്ങിപ്പോകുമ്പോൾ അവ ശബ്ദിക്കുന്നത് പോലെ തനിയെ നിന്ന് പുലമ്പുവാൻ, ഭ്രാന്തിയായി മാറിയ ഞാൻ തനിയെ നിന്ന് പുലമ്പുവാനും ആഗ്രഹിക്കുന്നില്ല എന്ന് സീത ഇവിടെ പ്രഖ്യാപിക്കുന്നു. അഥവാ ക്ഷമ പോലെ നന്മ ചെയ്തരുളാൻ നോറ്റൊരു നല്ല ബന്ധുവും വ്യഥ പോലെ അറിവോതിടുന്ന സൽഗുരുവും മർത്യനു വേറെ ഇല്ല താൻ. ക്ഷമയെ നന്മ ചെയ്യുന്ന നല്ല ബന്ധുവായും വ്യഥയെ അറിവ് നൽകുന്ന സദ്ഗുരുവായും ഇവിടെ സീത തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. മൃതി തേടി അഖത്തിൽ മാനസം ചരിയാതായതു ഭാഗ്യമായിതേ. അതിനാൽ ശുഭയായി കുലത്തിനി പരിപാകം ഫലമായി എനിക്കുമേ. മൃതി തേടി അഖത്തിൽ മാനസം ചരിയാതായതു ഭാഗ്യമായിതേ. അതായത് മരണം അന്വേഷിച്ച് ഞാൻ പോവാതിരുന്നത് എൻ്റെ ഭാഗ്യമായി സീത കണക്കാക്കുന്നു. അതിനാലാണ് ശുഭയായി കുലത്തിനി പരിപാകം ഫലമായി എനിക്കുമേ. അതുകൊണ്ടാണ് മനുകുലത്തിന് 2 പുത്രന്മാരെ നൽകാനായി എനിക്ക് സാധിച്ചത് എന്നോർത്ത് സീത സമാധാനിക്കുന്നു. അരുതോർപ്പതിനിന്നു കാർനിറഞ്ഞിരുളാമെൻ ഹൃദയാങ്കണങ്ങളിൽ. ഒരു ചിന്തകൾ പൊങ്ങിടുന്നു ചൂഴ്ന്നൊരുമിച്ചീയൽ കണക്കെ മേൽക്കുമേൽ. ആകാശത്ത് കാർമേഘങ്ങൾ നിറയുന്നത് കാണുമ്പോൾ ഭൂമിയിൽ നിന്നും ഈയലുകൾ പറന്നുയരുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ ദുഃഖങ്ങൾ ഓരോന്നായി ഉയർന്നുയർന്നു വരികയാണ് ചെയ്യുന്നത് എന്ന് സീത ഇവിടെ പറയുന്നു. സ്മൃതിധാരയുപേക്ഷയാം തമോവൃതി നീങ്ങി ചില നാൾ സ്ഫുരിക്കയാം. ഋതുവിൽ സ്വയമുല്ലസിച്ചുടൻ പുതുപുഷ്പം കലരുന്ന വല്ലി പോൽ. സ്മൃതിധാര ഉപേക്ഷയാം തമോവൃതി നീങ്ങി ചില നാൾ സ്ഫുരിക്കയാം. ഋതുവിൽ സ്വയമുല്ലസിച്ചുടൻ പുതുപുഷ്പം കലരുന്ന വല്ലി പോൽ. ഋതുക്കൾ മാറി വരുമ്പോൾ ചെടികളിൽ പൂവിടുന്നത് പോലെയാണ് എൻ്റെ മനസ്സിൽ മങ്ങിപ്പോയ ഓർമ്മകൾ വീണ്ടും ഉയർന്നു വരുന്നത് എന്ന് സീത ഇവിടെ ഓർക്കുന്നു. പുരികം പുഴുപോൽ പിടഞ്ഞ് അകം ഞെരിയും തൻതല താങ്ങി കൈകളാൽ പിരിവാൻ അരുതാഞ്ഞു കണ്ണുനീർ ചൊരിയും ലക്ഷ്മണനെ സ്മരിപ്പു ഞാൻ. പുരികം പുഴുപോൽ പിടഞ്ഞകം ഞെരിയും തൻതല താങ്ങി കൈകളാൽ പിരിവാൻ അരുതാഞ്ഞു കണ്ണുനീർ ചൊരിയും ലക്ഷ്മണനെ സ്മരിപ്പു ഞാൻ. അതായത് സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകുവാൻ രാമൻ ആജ്ഞ നൽകിയ ശേഷം സീതയെയും കൂട്ടി കാട്ടിലേക്ക് വന്ന ശേഷം കാര്യങ്ങൾ സീതയെ ബോധിപ്പിച്ച് തിരികെ മടങ്ങിപ്പോകുവാനാവാതെ ആകെ തളർന്ന് വിഷമിച്ചു നിൽക്കുന്ന ആ ലക്ഷ്മണനെ ഞാൻ ഓർത്തു പോവുകയാണ്. കണ്ണീരണിഞ്ഞു നിൽക്കുന്ന ആ ലക്ഷ്മണനെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്നു എന്ന് സീത പറയുന്നു. കേരള യൂണിവേഴ്സിറ്റി BA മലയാളം വിദ്യാർത്ഥികളുടെ 4ാം സെമസ്റ്ററിൽ ആധുനിക കവിത എന്ന ഭാഗത്ത് പഠിക്കുവാനുള്ള ചിന്താവിഷ്ടയായ സീതയിലെ 1ാം ഭാഗത്തെ 26 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളാണിപ്പോൾ നമ്മൾ നോക്കിയത്. ഇതിനു മുൻപ് 2 വീഡിയോകളിലായി 1 മുതൽ 25 വരെയുള്ള കാവ്യഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു അധ്യായവുമായി നമുക്ക് കാണാം. നന്ദി.